Welcome to another video of Computer Science Hub. This video is specially designed as per the syllabus of Computer Engineering Diploma. Subject is Computer Architecture, course code 3131. And in this video, we are discussing the topic DRAM and SRAM. So currently, we were discussing about semiconductor memories. And we have discussed the organization of semiconductor memories, and in this video we will be discussing about the dynamic RAM and the static RAM, two different types of RAMs. Let's start. So what is RAM? RAM and ROM. We are very familiar with this RAM and ROM. നമ്മളുടെ പ്രൈമറി മെമ്മറിയിൽ വരുന്നത് തന്നെയാണ്. മെയിൻ മെമ്മറിയിൽ നമ്മൾ പറയുന്നതാണ് റാമും റോമും. സോ റാം എന്ന് വെച്ച് കഴിഞ്ഞാൽ റാൻഡം ആക്സസ് മെമ്മറി ആണെന്ന് നമുക്കറിയാം. ആൻഡ് ഇറ്റ്സ് എ റീഡ് ആൻഡ് റൈറ്റ് മെമ്മറി. വി ക്യാൻ റീഡ് ആൻഡ് വി ക്യാൻ റൈറ്റ്. ആൻഡ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് തിങ് വി നോ അബൌട്ട് റാം ഇസ് ദാറ്റ് ഇറ്റ് ഇസ് വോളറ്റൈൽ, റൈറ്റ്? വോളറ്റൈൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്? വോളറ്റൈൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ടെമ്പററി സ്റ്റോറേജ് ആണ്. അതായത് ആസ് ലോങ് ആസ് ഇലക്ട്രിസിറ്റി ഈസ് സപ്ലൈഡ്, പവർ ഇസ് സപ്ലൈഡ്, ഇറ്റ് ക്യാൻ റീറ്റെയിൻ ഇറ്റ്സ് കണ്ടൻസ് എന്നാണ്. അതായത് പവർ അപ്ലൈ ചെയ്യുമ്പോൾ മാത്രമാണ് അതിനകത്ത് കണ്ടൻസ് ഉണ്ടാവുള്ളൂ. പവർ പോയി കഴിഞ്ഞാൽ അതിനകത്ത് കണ്ടൻസ് എല്ലാം ഓട്ടോമാറ്റിക്കലി പോവും. പെർമനൻറ്റ് സ്റ്റോറേജ് അല്ല. അപ്പം വെച്ചാൽ നമ്മുടെ കയ്യിൽ ഇപ്പോൾ ഒരു CD യോ DVD യോ ഹാർഡ് ഡിസ്കോ എന്തോ ആയിക്കോട്ടെ, അതിനകത്ത് നമ്മളൊരു ഡാറ്റ സ്റ്റോർ ചെയ്ത് കഴിഞ്ഞാൽ അത് പവർ ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും അതിനകത്ത് തന്നെ സ്റ്റോറേജ് ഉണ്ടാവും. റാം അങ്ങനെയല്ല. അപ്പോൾ ഇത്രയൊക്കെ നമുക്ക് അറിയുന്ന കാര്യങ്ങളാണ്. ജസ്റ്റ് നോക്കാം. വൺ ഡിസ്റ്റിങ്വിഷിംഗ് ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് റാം ഇസ് ദാറ്റ് it is possible both to read data from memory and to write new data into memory easily and rapidly. അപ്പോൾ അറിയാം, റീഡും റൈറ്റും അത്രേ പറയുന്നുള്ളൂ. Both the reading and writing are accomplished through the use of electrical signal. അടുത്ത കാര്യം ഇതാണ്. അതായത് ചിലപ്പോൾ റോം ഒക്കെ ആണെങ്കിൽ നമുക്ക് റീഡിങ്ങിനും റൈറ്റിങ്ങിനും ഒക്കെ വേറെ മെത്തേഡ്സ് ഒക്കെ ഉണ്ട്. ഓക്കെ, പക്ഷേ നമുക്ക് ഇതിൽ ഇലക്ട്രിക്കലി ആണ് ഏറ്റവും എളുപ്പത്തിൽ. റാമിൽ ഇലക്ട്രിക്കലി ആണ് റീഡിങ്ങും റൈറ്റിങ്ങും നടക്കുന്നത്. ആൻഡ് ദ അതർ ഡിസ്റ്റിങ്വിഷിംഗ് ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് റാം ഇസ് ദാറ്റ് ഇറ്റ് ഇസ് വോളറ്റൈൽ. അതും നമ്മൾ പറഞ്ഞതാണ്. വോളറ്റൈൽ ആണ് എന്നുള്ളത് റാമിൻ്റെ അടുത്ത ഇമ്പോർട്ടൻറ്റ് ക്യാരക്ടറിസ്റ്റിക്സ് ആണ്. ദാറ്റ് ഇസ് വോളറ്റൈൽ. സോ ആദ്യത്തെ ക്യാരക്ടറിസ്റ്റിക് പറയുന്നത് റീഡ് ആൻഡ് റൈറ്റ് റാപ്പിഡ്ലി യൂസിങ് ഇലക്ട്രിക്കൽ സിഗ്നൽസ്. ആൻഡ് രണ്ടാമത്തെ ഇത് വോളറ്റൈൽ ആണ്. ആൻഡ് റാം മസ്റ്റ് ബി പ്രൊവൈഡഡ് വിത്ത് എ കോൺസ്റ്റൻറ്റ് പവർ സപ്ലൈ. കോൺസ്റ്റൻറ്റ് പവർ സപ്ലൈ ഉണ്ടെച്ചാൽ മാത്രമാണ് ഡാറ്റ സ്റ്റോർ ചെയ്യാൻ പറ്റുള്ളൂ. ഇഫ് ദ പവർ ഇസ് ഇൻറ്ററപ്റ്റഡ് then the data are lost. Thus RAM can be used only as temporary storage. പവർ പോയി കഴിഞ്ഞാൽ ഡാറ്റ പോവും. അതുകൊണ്ട് തന്നെ ടെമ്പററി സ്റ്റോറേജസ് ആക്കിയിട്ടാണ് റാം യൂസ് ചെയ്യുന്നത്. ഇതൊരു ജനറൽ ഇൻട്രോ ആണ്. ഇനി നമ്മൾ ടു ടൈപ്സ് ഓഫ് റാംസ് പറയാൻ പോകുന്നു: ഡൈനാമിക് റാം ആൻഡ് സ്റ്റാറ്റിക് റാം. Two traditional forms of RAM used in computers are DRAM and SRAM. So we are starting with this DRAM or dynamic RAM. Dynamic RAM is made with cells that store data as charge on capacitors. ഇപ്പോൾ ഡൈനാമിക് റാമിൽ വരുന്നത് നമ്മളൊരു കപ്പാസിറ്റേഴ്സ് ആണ് സ്റ്റോറേജ് ആയിട്ട് യൂസ് ചെയ്യുന്നത്. ആ റാമിൻ്റെ മെമ്മറിയുടെ സ്റ്റോറേജ് ആയിട്ട് കപ്പാസിറ്റേഴ്സ് ആണ്. അപ്പോൾ കപ്പാസിറ്ററിൽ ചാർജ് ആയിട്ടായിരിക്കും ഡാറ്റ സ്റ്റോർ ചെയ്യുക. അപ്പോൾ നമുക്ക് എപ്പോഴും അറിയാം കപ്പാസിറ്ററിന് ചാർജിങ്ങും ഡിസ്ചാർജിങ്ങും ഒക്കെ ഉണ്ടെന്ന്. അതായത് കപ്പാസിറ്റർ ഒരു പർട്ടിക്കുലർ ടൈം കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി ഡിസ്ചാർജ് ആവും. അങ്ങനെ ഡിസ്ചാർജ് ആകുമ്പോൾ നമ്മൾ അതിനെ വീണ്ടും ചാർജ് ചെയ്യേണ്ടി വരും, റീഫ്രഷ് ചെയ്യേണ്ടി വരും. അപ്പോൾ തന്നെ അറിയാം, അതായത് ഡാറ്റ കുറച്ച് നേരം കഴിയുമ്പോൾ ഇങ്ങനെ ഡാറ്റ ഡിസ്ചാർജ് ആയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മളത് വീണ്ടും റീഫ്രഷ് ചെയ്താലാണ് ഡാറ്റ മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റുള്ളൂ. അതാണ് ഡൈനാമിക് റാമിൻ്റെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ക്യാരക്ടറിസ്റ്റിക്സ് വരുന്നത്. അപ്പോൾ ദ പ്രസൻസ് ഓർ ആബ്സെൻറ്റ് ഓഫ് ചാർജിനെ കപ്പാസിറ്റർ ഇസ് ഇൻ്റർപ്രിറ്റഡ് ആസ് ബൈനറി 1 or 0. ഡാറ്റ കപ്പാസിറ്ററിനകത്ത് ഉണ്ടെന്ന് വെച്ചാൽ 1, ഇല്ലയെന്നെങ്കിൽ 0. അപ്പോൾ 1ഉം 0 ആണ്. ചാർജാണ്, ചാർജിൻ്റെ പ്രസൻസും ആബ്സെൻസും ആണ് നമ്മളുടെ ബൈനറി ഡാറ്റ ആയിട്ട് പറയുന്നത്. ചാർജ് ഉണ്ടെങ്കിൽ ബൈനറി 1ഉം ചാർജ് ഇല്ലെങ്കിൽ ബൈനറി 0യും. ഇനി ബിക്കോസ് ദ കപ്പാസിറ്റേഴ്സ് ഹാവ് എ നാച്ചുറൽ ടെൻഡൻസി ടു ഡിസ്ചാർജ്, ഡൈനാമിക് റാംസ് റിക്വയർ പീരിയോഡിക് ചാർജ് റിഫ്രഷിംഗ് ടു മെയിൻറ്റെയിൻ ഡാറ്റ സ്റ്റോറേജ്. പറഞ്ഞല്ലോ അത്. അതായത് കപ്പാസിറ്റേഴ്സ് അതൊരു നാച്ചുറൽ ടെൻഡൻസിയാണ്. കപ്പാസിറ്റേഴ്സിന് ചാർജ് ചെയ്യാം, അതുപോലെ തന്നെ ഡിസ്ചാർജ് ആവുകയും ചെയ്യും. കുറച്ച് ഓട്ടോമാറ്റിക്കലി ടൈം പോകുന്നതിനനുസരിച്ച് കുറച്ച് ഡാറ്റ ലീക്ക് ആയി പോവും, ചാർജ് ഡിസ്ചാർജ് ആയി പോവും. അപ്പോൾ അങ്ങനെ വരുമ്പോൾ നമ്മളൊരു പീരിയോഡിക് റീഫ്രഷിങ് വീണ്ടും ഒന്ന് റീഫ്രഷ് ചെയ്യേണ്ട ആവശ്യമുണ്ട് ടു മെയിൻറ്റെയിൻ ദ ഡാറ്റ സ്റ്റോറേജ്. അപ്പോൾ ദ ടേം ഡൈനാമിക്, ഇവിടെ ഡൈനാമിക് റാം എന്ന് പറയാൻ തന്നെ കാരണം ഇതാണ്. എന്താ വെച്ച് കഴിഞ്ഞാൽ
refers to this tendency of the stored charge to leak away even with power continuously applied. അതായത് നമ്മൾ റാമിനെ പറ്റി പറയുമ്പോൾ എന്താ, പവർ ഉള്ളിടത്തോളം ഡാറ്റ ഹോൾഡ് ചെയ്യും, പവർ പോയി കഴിഞ്ഞാൽ ഡാറ്റ ലോസ് ആവുന്നതാണ്. പക്ഷേ നമ്മുടെ DRAMന്റെ കേസിൽ അതുമല്ല. ഈവൻ ഇഫ് ദ പവർ ഇസ് സപ്ലൈഡ്, പവർ കണ്ടിന്യൂസ്ലി അപ്ലൈ ചെയ്ത് കഴിഞ്ഞാലും DRAMന്റെ അകത്തെ കണ്ടന്റ്, അതായത് ചാർജ് ആയിട്ടാണ് സ്റ്റോർ ചെയ്യുക, അത് ഓട്ടോമാറ്റിക്കലി ഡിസ്ചാർജ് ആയിക്കൊണ്ടിരിക്കും. പക്ഷെ നമ്മളത് പീരിയോഡിക്കലി റീഫ്രഷ് ചെയ്യാനുള്ള മെക്കാനിസം കൂടി, റീഫ്രഷിങ് മെക്കാനിസം കൂടി ഡൈനാമിക് റാമിൻ്റെ കൂടി ഉണ്ടെങ്കിലാണ് ഈ ഡാറ്റാസ് പവർ ഉള്ളിടത്തോളം കാലമെങ്കിലും നിൽക്കുള്ളൂ. ഓക്കെ, പവർ ഇല്ലെങ്കിൽ ഡാറ്റ ഇല്ല എന്നുള്ളത് നമുക്കറിയാം. പവർ ഉണ്ടെങ്കിൽ തന്നെ ഡൈനാമിക് റാമിൻ്റെ കേസിൽ ഡാറ്റ ഇങ്ങനെ ഡിസ്ചാർജ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. കാരണം ഇവിടെ ഡാറ്റ സ്റ്റോർ ചെയ്യുന്നത് ആസ് ചാർജ് ഓൺ കപ്പാസിറ്റേഴ്സ്. കപ്പാസിറ്ററിൽ ചാർജ് ആയിട്ടാണ് വൺസും സീറോസും ഒക്കെ സ്റ്റോർ ചെയ്യുക. ചാർജ് ഉണ്ടെങ്കിൽ 1, ഇല്ലെങ്കിൽ 0. അതിൻ്റെ ഇൻ്റർമീഡിയറ്റ് ഉണ്ടാവും കേട്ടോ, അനലോഗാണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ജനറലി പറയാനുള്ളത്. ഇനി നമുക്ക് ഇതിൻ്റെ സ്ട്രക്ചർ നോക്കാം. DRAM സ്ട്രക്ചർ ഫോർ ആൻ ഇൻഡിവിജ്വൽ സെൽ ദാറ്റ് സ്റ്റോഴ്സ് 1 ബിറ്റ്. ഇപ്പോൾ മെമ്മറി എന്ന് പറയുന്നത് കുറേ സെൽസ് കൂടിയിട്ടുള്ളതാണ്. അപ്പോൾ ഒരു പെർട്ടിക്കുലർ സെല്ലിൻ്റെ ഒരു സ്ട്രക്ചറാണ് ഇവിടെ കാണുന്നത്. നമുക്കിത് നോക്കിക്കഴിഞ്ഞാൽ കപ്പാസിറ്റർ ഉണ്ടെന്ന് പറഞ്ഞല്ലോ. അപ്പോൾ ഇതാണ് ആ കപ്പാസിറ്റർ, സ്റ്റോറേജ് കപ്പാസിറ്റർ. ഇയാളാണ് ഡാറ്റ സ്റ്റോർ ചെയ്യുന്ന ആൾ, ഒരു സിംഗിൾ ബിറ്റ് ഡാറ്റ സ്റ്റോർ ചെയ്യുന്ന ആൾ. എൻ്റെ അത് ഗ്രൗണ്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ നമുക്ക് നോക്കാനുള്ളത് ഒരു ട്രാൻസിസ്റ്റർ ഉണ്ട്, ഇവിടെ ഒരു അഡ്രസ് ലൈൻ ഉണ്ട്, ഒരു ബിറ്റ് ലൈൻ ഉണ്ട്. നമ്മുടെ ഈ പെർട്ടിക്കുലർ മെമ്മറീനെ അഡ്രസ്സ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ അഡ്രസ് ലൈൻ. ഒരു മെമ്മറി കുറേ സെൽസ് ഉണ്ടാവുമല്ലോ, അപ്പോൾ ഓരോ സെൽസിനും ഓരോ അഡ്രസ് ലൈൻ ഉണ്ടായിരിക്കും. അപ്പോൾ ഞാൻ ഈ മെമ്മറി സെല്ലാണ് റൈറ്റ് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ അഡ്രസ് ലൈൻ സെലക്റ്റഡ് ആവും. ഇപ്പോൾ റീഡോ റൈറ്റോ എന്ത് ഓപ്പറേഷൻ ആയിക്കോട്ടെ അഡ്രസ് ലൈൻ സെലക്റ്റഡ് ആവും. ഇനി അഡ്രസ് ലൈനിൽ കൂടെ ഒരു വോൾട്ടേജ് വന്നു കഴിഞ്ഞാൽ ഇത് കണ്ടോ, ട്രാൻസിസ്റ്റർ ഇതൊരു സ്വിച്ച് പോലെയാണ് ആക്ട് ചെയ്യുക. ഇപ്പോൾ സപ്പോസ് ഇപ്പോൾ ഇതിപ്പോൾ ഓപ്പൺ സ്റ്റേറ്റിലാണ് നിൽക്കുന്നത്, അതായത് ഓഫാണ്. കണ്ടില്ലേ, ഇത് തമ്മിൽ ടച്ചിങ് ഇല്ലല്ലോ, അപ്പോൾ ഓഫ് സ്റ്റേറ്റ് ആണ്. ഇനിയിപ്പോൾ ഇതിലൊരു വോൾട്ടേജ്, അതായത് നമ്മൾ സെലക്ട് ആയി, നമ്മളുടെ അഡ്രസ് ലൈൻ സെലക്ട് ആയി കഴിഞ്ഞാൽ ഇവിടെ ഒരു വോൾട്ടേജ് വന്നു. വോൾട്ടേജ് വരുമ്പോൾ ഈ ട്രാൻസിസ്റ്റർ ഓൺ സ്റ്റേറ്റ് ആവും, അതായത് ഇതങ്ങനെ ക്ലോസ്ഡ് ആവും. ഇത് ക്ലോസ്ഡ് ആയി കഴിഞ്ഞാൽ ഇത് ക്ലോസ് സർക്യൂട്ട്സ് ആണ്. അപ്പോൾ ഇതിനുള്ളിൽ കൂടെ വോൾട്ടേജ് അങ്ങ് പാസ് ആയിക്കോളും. അപ്പോൾ നമുക്ക് റീഡോ റൈറ്റോ ഏതാണെന്ന് വെച്ചാൽ അതിനനുസരിച്ച് നടക്കാം. അപ്പോൾ നമുക്ക് നോക്കാം. The address line is activated when the bit value from the cell is to be read or written. ഈ പെർട്ടിക്കുലർ സെല്ല് റീഡ്, വെദർ ഇറ്റ് ക്യാൻ ബി റീഡ് ഓപ്പറേഷൻ ഓർ റൈറ്റ് ഓപ്പറേഷൻ, എന്തെങ്കിലും ആയിക്കോട്ടെ, നമ്മുടെ പെർട്ടിക്കുലർ സെല്ല് സെലക്ട് ആയി കഴിഞ്ഞാൽ ഈ അഡ്രസ് ലൈൻ ആക്റ്റീവ് ആവും. അഡ്രസ് ലൈൻ ആക്റ്റീവ് ആകുമ്പോൾ എന്തുണ്ടാവും, ഞാൻ പറഞ്ഞല്ലോ, ഈ ട്രാൻസിസ്റ്റർ സ്വിച്ച് ആണ്. ട്രാൻസിസ്റ്റർ ആക്ട് ആസ് എ സ്വിച്ച് ദാറ്റ് ഇസ് ക്ലോസ്ഡ്. ക്ലോസ്ഡ് ആവും ഇഫ് എ വോൾട്ടേജ് ഇസ് സപ്ലൈഡ്. അഡ്രസ് ലൈനിൽ വോൾട്ടേജ് സപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ആ വോൾട്ടേജ് ഇങ്ങോട്ട് വരും, ഈ സ്വിച്ച് അങ്ങ് ക്ലോസ്ഡ് ആവും. ക്ലോസ്ഡ് ആവുമ്പോൾ എന്താ, അലൗവിങ് കറണ്ട് ഫ്ലോ ആവും. ഓപ്പൺ, കറണ്ട് ഒന്നും ഇല്ല എന്ന് വെച്ചാൽ വോൾട്ടേജ് പ്രസന്റ് അല്ല, അഡ്രസ് ലൈൻ സെലക്ട് അല്ല എന്ന് വെച്ചാൽ ഇതിപ്പോൾ കാണുന്ന പോലെ ഓപ്പൺ ആയിട്ട് നിൽക്കും. അപ്പോൾ കറണ്ട് ഒന്നും പോകത്തുമില്ല, ഫ്ലോ ചെയ്യില്ല. ഇനിയിപ്പോൾ നമ്മളിവിടെ പറയുന്നത് റൈറ്റ് ഓപ്പറേഷൻ ആണ്. നമുക്ക് കപ്പാസിറ്ററിനകത്തോട്ട് മെമ്മറിയിലോട്ട് ഒരു ഡാറ്റ റൈറ്റ് ചെയ്യണം. അങ്ങനെ റൈറ്റ് ചെയ്യണമെങ്കിൽ ആദ്യം നമ്മൾ ഈ ബിറ്റ് ലൈൻ ഉണ്ട്, അതിനാണ് ഈ ബിറ്റ് ലൈൻ. റൈറ്റ് ചെയ്യേണ്ട ഡാറ്റ ഈ ബിറ്റ് ലൈനിൽ കൊടുക്കും. ഓക്കെ, ആ വോൾട്ടേജ് സിഗ്നൽ എന്താണോ അത് ബിറ്റ് ലൈനിൽ കൊടുക്കുകയാണ്. ഫോർ ദ റൈറ്റ് ഓപ്പറേഷൻ എ വോൾട്ടേജ് സിഗ്നൽ ഇസ് അപ്ലൈ ടു ദ ബിറ്റ് ലൈൻ. ഇപ്പോൾ ഹൈ വോൾട്ടേജ് ആണെങ്കിൽ 1 ആണ്, ലോ വോൾട്ടേജ് ആണെങ്കിൽ 0 ആണ്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഈ ബിറ്റ് ലൈനിൽ കൊടുക്കും. ബിറ്റ് ലൈനിൽ കൊടുക്കുകയും ചെയ്യും, നമ്മളുടെ അഡ്രസ് ലൈൻ ആക്ടിവേറ്റ് ചെയ്യുകയും ചെയ്യും. അപ്പോൾ എന്തുണ്ടാവും, ഈ സ്വിച്ച് അടയും, അല്ലെ, ക്ലോസ്ഡ് ആവും. ക്ലോസ്ഡ് ആകുമ്പോൾ ഇതിലെ കറണ്ട് പാസ് ചെയ്യും. അപ്പോൾ ഇവിടെ നമ്മൾ കൊടുത്ത വാല്യൂ എന്താണോ ആ വാല്യൂ ഈ സർക്യൂട്ടിൽ കൂടെ ഇങ്ങോട്ട് വന്ന് കപ്പാസിറ്ററിൽ സ്റ്റോർ ആവും. അപ്പോൾ ഈ അഡ്രസ് ലൈനിൽ വോൾട്ടേജ് വരുമ്പോൾ നമ്മളുടെ സ്വിച്ച് ക്ലോസ് ആവുന്നു, ക്ലോസ് സർക്യൂട്ട്സ് ആവുന്നു. ഇവിടെ നമ്മളിപ്പോൾ ഞാൻ സപ്പോസ് 1 ആണ് എഴുതിയിട്ടില്ലെന്ന് വിചാരിക്കുക. ആ 1 ഇതുവഴി ഇങ്ങനെ പാസ്സായി വന്ന് ഈ കപ്പാസിറ്ററിൻ്റെ ഉള്ളിലോട്ട് 1 സ്റ്റോർ ആവും. ഇതാണ് റൈറ്റ് ഓപ്പറേഷൻ്റെ വർക്കിംഗ് വരുന്നത്. ഫോർ ദ റൈറ്റ് ഓപ്പറേഷൻ എ വോൾട്ടേജ് സിഗ്നൽ ഇസ് അപ്ലൈ ടു ദ ബിറ്റ് ലൈൻ. ഹൈ വോൾട്ടേജ് represent 1 and low voltage represent 0. A signal is then applied to the address line. Address line apply ചെയ്തു, allowing a charge to be transferred to the capacitor. അപ്പോൾ ആ ചാർജ് കപ്പാസിറ്ററിലേക്ക് ട്രാൻസ്ഫർ ചെയ്യും. ഇത് റൈറ്റിൻ്റെ കാര്യമാണ്. ഇനിയിപ്പോൾ റീഡ് ആണെന്ന് കഴിഞ്ഞാൽ എന്ത് ചെയ്യാം, ഫോർ ദ റീഡ് ഓപ്പറേഷൻ അതും അഡ്രസ് ലൈൻ സെലക്ട് ചെയ്തു. അഡ്രസ് ലൈൻ സെലക്ട് ചെയ്യുമ്പോൾ ട്രാൻസിസ്റ്റർ ഓൺ ആയി. അപ്പോൾ ഇനി എന്താ വേണ്ടത്, നമ്മുടെ റീഡല്ലേ, കപ്പാസിറ്ററിലുള്ള ഡാറ്റ റീഡ് ചെയ്യാണ് വേണ്ടത്. അപ്പോൾ നേരത്തെ ഇവിടെ നിന്ന് ഡാറ്റ ഇങ്ങോട്ട് വന്ന പോലെ ഇപ്പം എന്തെന്ന് വെച്ചാൽ കപ്പാസിറ്ററിലുള്ള ഡാറ്റ എന്താണോ
ആ ഡാറ്റ തിരിച്ച് അങ്ങോട്ട് ഫ്ലോ ചെയ്യും. ഓക്കെ, ഓക്കെ, 1 മിനിറ്റ്. ഇതുപോലെ ഓക്കെ, ശരി. അപ്പോൾ ഇതിനകത്തുള്ള ഡാറ്റ തിരിച്ച് ഈ സർക്യൂട്ട് ക്ലോസ്ഡ് ആകുമ്പോൾ ഇതിൽ കൂടെ ഇങ്ങോട്ട് ഫ്ലോ ചെയ്യും. അതായത് ബിറ്റ് ലൈനിലോട്ട് നമ്മുടെ ഡാറ്റ എന്താണോ റീഡിംഗ് അല്ലേ വേണ്ടത്, കപ്പാസിറ്ററിലുള്ള വാല്യൂ റീഡ് ചെയ്യണം. അപ്പോൾ അത് ബിറ്റ് ലൈനിലേക്ക് കിട്ടി. ആൻഡ് അതിൻ്റെ കൂടെ തന്നെ ഇപ്പം നോക്കുക, ഫോർ ദ റീഡ് ഓപ്പറേഷൻ വെൻ ദ അഡ്രസ് ലൈൻ ഇസ് സെലക്ടഡ് ദ ട്രാൻസിസ്റ്റർ ടേൺസ് ഓൺ ആൻഡ് ദ ചാർജ് സ്റ്റോർഡ് ഓൺ ദ കപ്പാസിറ്റർ ഈസ് ഫെഡ് ഔട്ട് ഓൺ ടു എ ബിറ്റ് ലൈൻ. ബിറ്റ് ലൈനിലേക്ക് പോയി ആൻഡ് ടു എ സെൻസ് ആംപ്ലിഫയർ. വേറെ ആളും കൂടി ഉണ്ട്, അയാളുടെ പടം ഇവിടെ വരച്ചിട്ടില്ല കേട്ടോ. ഒരു സെൻസ് ആംപ്ലിഫയർ ഉണ്ട്, ആംപ്ലിഫയർ ആണ്. അയാളും ഈ ഒരു നമ്മുടെ ഡാറ്റ എന്താണോ ആ ഡാറ്റ എടുത്തു. അപ്പോൾ നമ്മളുടെ കയ്യിലുള്ള ഡാറ്റ എപ്പോഴും ആലോചിക്കുക, നമ്മുടെ കപ്പാസിറ്റർ എന്ന് പറയുന്നത് DRAM കപ്പാസിറ്റർ എന്തായാലും അനലോഗ് ആണ്. അപ്പോൾ ഈ മെമ്മറി അനലോഗ് സിഗ്നൽസ് ആണ് ഉണ്ടാവുക. 0, 1 നമ്മൾ പറഞ്ഞാലും വേരിയേഷൻസ് ഓഫ് വോൾട്ടേജ് എക്സാക്ട്ലി 0 and 1 ആയിരിക്കില്ല, വേരിയേഷൻസ് ഓഫ് വോൾട്ടേജ് ഉണ്ടായിരിക്കും. അപ്പോൾ അനലോഗ് ഫോമിലായിരിക്കും ഉണ്ടാവുക. അപ്പോൾ എനിക്ക് ഇവിടെ കിട്ടിയ ഡാറ്റ ഞാൻ ബിറ്റ് ലൈനിൽ കൊണ്ടുപോയി ആൻഡ് അവിടുന്ന് ഒരു സെൻസ് ആംപ്ലിഫയർ എടുത്തു. ഈ സെൻസ് ആംപ്ലിഫയർ എന്ത് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ ഒരു കമ്പാരിസൺ ആണ്. അയാളുടെ ഒരു റെഫറൻസ് വോൾട്ടേജ് ഉണ്ടാവും. ആ റെഫറൻസ് വോൾട്ടേജും നമ്മളുടെ വോൾട്ടേജും തമ്മിൽ കമ്പയർ ചെയ്യും. കമ്പയർ ചെയ്തിട്ട് കറക്റ്റ് ലെവൽ 0 ആണോ 1 ആണെന്ന് ഡിറ്റർമിൻ ചെയ്യും. ഫോർ എക്സാമ്പിൾ, ഞാൻ ജസ്റ്റ് ഒരു എക്സാമ്പിൾ പറയാണ്. ഇപ്പോൾ എൻ്റെ കയ്യിലുള്ള റെഫറൻസ് വോൾട്ടേജ് 0.5 ആണെന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ നമ്മളുടെ കയ്യിൽ കിട്ടിയ ഡാറ്റ വോൾട്ടേജ് എത്രയാണോ അത് 0.5ഉം അതിന് മേലേക്ക് വാങ്ങിച്ചാൽ ഞാൻ 1 ലോജിക് സ്റ്റേറ്റ് 1 എന്നെടുക്കണു. 0.5നും താഴോട്ട് വാങ്ങിച്ചാൽ ഞാൻ ലോജിക് സ്റ്റേറ്റ് 0 എന്നെടുക്കണു. ഇതുപോലെ എന്തെങ്കിലും ഒരു കമ്പാരിസൺ ആയിരിക്കും നടക്കുന്നുണ്ടാവുക. അപ്പോൾ ദ സെൻസ് ആംപ്ലിഫയർ കമ്പയർസ് ദ കപ്പാസിറ്റർ വോൾട്ടേജ് ടു എ റെഫറൻസ് വാല്യൂ. ഡിറ്റർമിൻ ഇഫ് ദ സെൽ കണ്ടെയ്ൻസ് എ ലോജിക് 1 ഓർ ലോജിക് 0. അപ്പോൾ ഞാൻ പറഞ്ഞ കൺസെപ്റ്റ് ഒന്നും കൂടെ പറയാൻ ക്ലിയർ ആയിട്ടില്ല എന്നുണ്ടെങ്കിൽ, അതായത് നമ്മളുടെ കപ്പാസിറ്ററിലുള്ള ഡാറ്റ എന്താണോ ആ ഡാറ്റ നമ്മൾ എടുത്തു. ഫോർ എക്സാമ്പിൾ, എൻ്റെ കപ്പാസിറ്ററിൽ ഉണ്ടാകുന്ന ഡാറ്റ ഇപ്പോൾ ഒരു 0.7 ആണെന്ന് വിചാരിക്കുക. ആൻഡ് നമ്മളുടെ കയ്യിലൊരു റെഫറൻസ് വോൾട്ടേജ് ഉണ്ടാവും. റെഫറൻസ് വോൾട്ടേജ് ഈ സെൻസ് ആംപ്ലിഫയറിൻ്റെ ആണ് കേട്ടോ. സെൻസ് ആംപ്ലിഫയറിൻ്റെ ഒരു റെഫറൻസ് വോൾട്ടേജ് ഉണ്ടാവും. സേ ഇത് 0.5 ആണ് എൻ്റെ റെഫറൻസ് വോൾട്ടേജ് എന്ന് വിചാരിക്കുന്നു. അങ്ങനെയാണെങ്കിൽ ക്രൈറ്റീരിയ എങ്ങനെയായിരിക്കും? നമ്മൾ എടുത്ത വോൾട്ടേജ് ഉണ്ടല്ലോ, ആ വോൾട്ടേജ് റെഫറൻസിലും കൂടുതലാണെങ്കിൽ ഇറ്റ് കൺസിഡേഴ്സ് ആസ് 1. ഇഫ് ഇറ്റ് ഇസ് ലെസ് കൺസിഡേഴ്സ് ആസ് 0. അപ്പോൾ ഇവിടുത്തെ കേസിൽ എങ്ങനെയായിരിക്കും? 0.7 ആണ് ആൻഡ് വിച്ച് ഇസ് ഗ്രേറ്റർ ദാൻ ദ 0.5. സോ ഇറ്റ് വിൽ ബി കൺസിഡേർഡ് ആസ് ലോജിക് സ്റ്റേറ്റ് 1. 1 ആയിട്ടായിരിക്കും കൺസിഡർ ചെയ്യുക. ഇതിന് വേണ്ടിയിട്ടാണ് ഈ സെൻസ് ആംപ്ലി. ഇപ്പോൾ എൻ്റെ ഇപ്പോൾ 0.4 ഒക്കെ ആണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് 0 എന്നുള്ള ലോജിക് സ്റ്റേറ്റ് ആയിരിക്കും കൺസിഡർ ചെയ്യുക. ഇങ്ങനെ ഒരു ടെക്നിക്കാണ് ഈ സെൻസ് ആംപ്ലിഫയർ യൂസ് ചെയ്യുന്നത്. ഓക്കെ, ദ സെൻസ് ആംപ്ലിഫയർ കമ്പയർസ് ദ കപ്പാസിറ്റർ വോൾട്ടേജ് ടു എ റെഫറൻസ് വാല്യൂ, ഡിറ്റർമിൻസ് ഇഫ് ദ സെൽ കണ്ടെയ്ൻസ് എ ലോജിക് 1 ഓർ ലോജിക് 0. ഇങ്ങനെ ഈ റീഡ് ഔട്ട് വരുമ്പോൾ, അതായത് കപ്പാസിറ്ററിലുള്ള ഡാറ്റ ഇങ്ങോട്ട് ഇത് ക്ലോസ്ഡ് ആകുമ്പോൾ ഇങ്ങോട്ട് പോയി ബിറ്റ് ലൈനിലേക്ക് പോയി സെൻസ് ആംപ്ലിഫയറിലേക്ക് പോയി, അങ്ങനെയൊക്കെ ഇത് വരുമ്പോൾ റീഡ് ഔട്ട് വരുമ്പോൾ ഇത് വിൽ ഡിസ്ചാർജ് ദ കപ്പാസിറ്റർ. ഓക്കെ, ഡിസ്ചാർജസ് ദ കപ്പാസിറ്റർ ഡിസ്ചാർജ് ചെയ്യുന്നു. അതുകൊണ്ട് തന്നെ നമുക്ക് എന്ത് വേണം, ഇടയ്ക്കിടയ്ക്ക് ഒന്ന് റീസ്റ്റോർ ചെയ്യേണ്ട ആവശ്യം ഉണ്ടാവും. ടു കംപ്ലീറ്റ് ദ ഓപ്പറേഷൻ കംപ്ലീറ്റ് ആണെങ്കിൽ ഇത് റീസ്റ്റോർ ചെയ്യേണ്ട ഒരു ആവശ്യം ഉണ്ടായിരിക്കും. ഓക്കെ, അപ്പോൾ കപ്പാസിറ്റർ എപ്പോഴും ഡിസ്ചാർജ് ആണതിനനുസരിച്ച് റീഫ്രഷ് ചെയ്യാനുള്ള ഒരു മെക്കാനിസം നമുക്ക് വേണം DRAMന്. ഞാൻ പറഞ്ഞതാണത്. അപ്പോൾ ഇനി ഞാൻ പറഞ്ഞത് ഇതിൽ എന്താണെന്ന് വെച്ചാൽ, ഓൾദോ ദ DRAM സെൽ ഇസ് യൂസ് ടു സ്റ്റോർ എ സിംഗിൾ ബിറ്റ് 0 or 1, ഇറ്റ് ഇസ് എസെൻഷ്യലി ആൻ അനലോഗ് ഡിവൈസ്. പറഞ്ഞല്ലോ നമ്മൾ DRAM എന്ന് പറയുന്നൊരു അനലോഗാണ്. 0, 1 നമ്മൾ സിംഗിൾ ഡിജിറ്റ് പറഞ്ഞാലും അത് എക്സാക്ട്ലി 0, 1 ആയിരിക്കില്ല, വേരിയേഷൻസ് ആയിരിക്കും, അനലോഗാണ്. അതുകൊണ്ട് തന്നെ നമുക്കൊരു റേഞ്ച് വെച്ചിട്ടാണ് കമ്പയർ ചെയ്യുക. കപ്പാസിറ്റർ ക്യാൻ സ്റ്റോർ എനി ചാർജ് വാല്യൂ വിതിൻ എ റേഞ്ച്. എ ത്രെഷോൾഡ് വാല്യൂ ഡിറ്റർമിൻസ് വെദർ ദ ചാർജ് ഇസ് ഇന്റർപ്രറ്റഡ് ആസ് 1 or 0. ഇപ്പോൾ റെഫറൻസ് വോൾട്ടേജ് എന്ന് പറഞ്ഞ പോലെ ത്രെഷോൾഡ് സെയിം തന്നെ. ഞാനിപ്പോൾ ഇവിടെ ത്രെഷോൾഡ് ഇത്ര വെച്ചുള്ളത് 0.5 ആണ്. ഇതാണ് ഡിറ്റർമിൻ ചെയ്യുക നമ്മളുടെ ഡാറ്റ 1 ആണോ 0 ആണോ എന്ന്. 0.5 മേലേക്ക് ആണെന്ന് കഴിഞ്ഞാൽ 1, താഴേക്ക് ആണെന്ന് കഴിഞ്ഞാൽ അതും അതിൽ താഴേക്ക് ആണെന്ന് കഴിഞ്ഞാൽ 0. അങ്ങനെ എന്തെങ്കിലും ഒരു ത്രെഷോൾഡ് വാല്യൂവിൻ്റെ സെറ്റിങ്സ് ഉണ്ടായിരിക്കും. ഓക്കെ, സോ ഇത്രയാണ് DRAMൽ പറയാനുള്ളത്. ഞാൻ ഒന്നും കൂടി ഒന്ന് സമ്മറൈസ് ചെയ്യാം. ആൻഡ് DRAM എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഡൈനാമിക് റാം ആണ്, കപ്പാസിറ്റർ ആണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ പ്രോബ്ലം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈവൻ ഇഫ് ദ പവർ ഇസ് കണ്ടിന്യൂസ്ലി അപ്ലൈഡ്,
it will discharge the contents. Capacitor എപ്പോഴും ഡിസ്ചാർജ് ചെയ്യും. അതുകൊണ്ട് തന്നെ പവർ കണ്ടിന്യൂസ്ലി അപ്ലൈ ചെയ്ത് കഴിഞ്ഞാലും ഡാറ്റ കുറഞ്ഞുകൊണ്ടിരിക്കും. അതുകൊണ്ട് തന്നെ നമുക്കൊരു റീഫ്രഷിങ് നീഡഡ് ആണ് ഡാറ്റ മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട്. പവർ ഉള്ളിടത്തോളം ഡാറ്റ മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് നമ്മൾ കപ്പാസിറ്ററിനെ റീഫ്രഷ് ചെയ്തേണ്ടി വരും. കപ്പാസിറ്ററിൽ ചാർജിങ്ങും ഡിസ്ചാർജിങ്ങും ഒക്കെ നടക്കുന്ന കാരണമാണ് ഡാറ്റ പോകുന്നത്. ഇനി അതിൻ്റെ സ്ട്രക്ചർ പറയുമ്പോൾ ഒരു അഡ്രസ് ലൈൻ ഉണ്ട്, ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഒരു ബിറ്റ് ലൈൻ ഉണ്ട്, പിന്നെ ഒരു കപ്പാസിറ്ററും ഒരു ട്രാൻസിസ്റ്ററും. അപ്പോൾ നമ്മളുടെ സെല്ല് സെലക്ട് ആയി കഴിഞ്ഞാൽ റീഡോ റൈറ്റോ ആയിക്കോട്ടെ, അഡ്രസ് ലൈൻ ആക്റ്റീവ് ആകുമ്പോൾ ഒരു വോൾട്ടേജ് ഇങ്ങോട്ട് പാസ് ചെയ്യും. അപ്പോൾ ട്രാൻസിസ്റ്റർ സ്വിച്ച് പോലെയാണ് ആൻഡ് സർക്യൂട്ട് ക്ലോസ്ഡ് ആവും. ഇനിയിപ്പോൾ അത് റൈറ്റ് ആണെങ്കിൽ റൈറ്റ് ചെയ്യേണ്ട ഡാറ്റ ബിറ്റ് ലൈനിൽ ഉണ്ടാവും. ആ ഡാറ്റ സ്വിച്ച് ക്ലോസ്ഡ് ആകുമ്പോൾ നേരെ അങ്ങ് സ്റ്റോറേജ് കപ്പാസിറ്ററിലേക്ക് വന്ന് ട്രാൻസ്ഫർ ആയി സ്റ്റോർ ആയിക്കോളും. റീഡ് ആണെന്ന് കഴിഞ്ഞാൽ നേരെ തിരിച്ചാണ്. കപ്പാസിറ്ററിലുള്ള ഡാറ്റ ഇങ്ങോട്ട് ബിറ്റ് ലൈനിലേക്ക് പോവും. അതിൻ്റെ കൂടെ തന്നെ ഒരു സെൻസ് ആംപ്ലിഫയറിലേക്കും പോവും. സെൻസ് ആംപ്ലിഫയർ എന്ത് ചെയ്യും, നമ്മൾ വന്ന ഡാറ്റേനെ കറക്റ്റായിട്ട് ലോജിക് 1 ആണോ 0 ആണോ എന്ന് മനസ്സിലാക്കാൻ അതിന് വേണ്ടിയിട്ട് അതിന് ത്രഷോൾഡ് ഒരു വോൾട്ടേജും എന്തെങ്കിലുമൊക്കെ ഉണ്ടായിരിക്കും, ഒരു റെഫറൻസ് വോൾട്ടേജ് ഉണ്ടായിരിക്കും. അത് വെച്ച് കമ്പയർ ചെയ്തിട്ടൊക്കെയാണ് ചെയ്യുന്നത്. ഓക്കെ, ഹോപ്പ് ദ കൺസെപ്റ്റ് ഇസ് ക്ലിയർ. ദിസ് ഇസ് അബൌട്ട് DRAM. നെക്സ്റ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ SRAM ആണ്, സ്റ്റാറ്റിക് റാം. Okay, static RAM or SRAM എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് എ ഡിജിറ്റൽ ഡിവൈസ് ദാറ്റ് യൂസസ് ദ സെയിം ലോജിക് എലമെന്റ്സ് യൂസ്ഡ് ഇൻ ദ പ്രോസസ്സർ. നമ്മളുടെ പ്രോസസ്സറിൻ്റെ സെയിം ലോജിക് എലമെന്റ്സ് ആണ് സ്റ്റാറ്റിക് റാമിൽ. അതായത് കപ്പാസിറ്റർ ഒന്നുമല്ല, പ്രോസസ്സറിൽ യൂസ് ചെയ്യുന്ന ലോജിക് ഗേറ്റ്സും സർക്യൂട്ട്സും ഫ്ലിപ്പ് ഫ്ലോപ്സും ഒക്കെ തന്നെയാണ് ഇവിടെ യൂസ് ചെയ്യുന്നത്. ബൈനറി വാല്യൂസ് ആർ സ്റ്റോർഡ് യൂസിങ് ട്രഡീഷണൽ ഫ്ലിപ്പ് ഫ്ലോപ്പ് ലോജിക്. ഇപ്പോൾ ഇവിടെ ഫ്ലിപ്പ് ഫ്ലോപ്പാണ് യൂസ് ചെയ്യുന്നത്. ഫ്ലിപ്പ് ഫ്ലോപ്പ് എന്താണെന്നൊക്കെ നമ്മൾ ഈ ഡിജിറ്റൽ ലോജിക്സ് സബ്ജക്റ്റിൽ പഠിച്ചിട്ടുണ്ടാവും. ഫ്ലിപ്പ് ഫ്ലോപ്പിലെ സ്റ്റേറ്റ്സും സ്റ്റേബിൾ സ്റ്റേറ്റ്സ് എങ്ങനെയാണ്, ഫ്ലിപ്പ് ഫ്ലോപ്പ് എങ്ങനെയാണ് ഡാറ്റ സ്റ്റോർ ചെയ്യണതെന്നെല്ലാം പറഞ്ഞിട്ടുണ്ടാവും. സോ ആൻഡ് ഇതിനകത്ത് വ്യത്യാസം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഹോൾസ് ഇറ്റ്സ് ഡാറ്റ ആസ് ലോങ് ആസ് പവർ ഇസ് സപ്ലൈ ടു ഇറ്റ്. നമ്മൾ DRAM എന്ന് വെച്ച് കഴിഞ്ഞാൽ പവർ ഉണ്ടെന്ന് വെച്ച് കഴിഞ്ഞാലും കുറച്ച് കഴിയുമ്പോൾ ഡാറ്റ ഡിസ്ചാർജ് ആവാനുള്ള ചാൻസ് ഉണ്ട്, റീഫ്രഷ് ചെയ്യണം. പക്ഷേ ഇതിലങ്ങനെയല്ല, ഫ്ലിപ്പ് ഫ്ലോപ്സ് ആണ് യൂസ് ചെയ്യുന്നത്. ഇതിൽ പവർ ഉള്ളിടത്തോളം ഡാറ്റ ഹോൾഡ് ചെയ്യാനുള്ള കപ്പാസിറ്റി ഉണ്ട് ഇതിന്. ആൻഡ് ഇതിൻ്റെ സ്ട്രക്ചർ നോക്കാം. കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആണ്, നമ്മൾ അത്രയും ഡീപ്പായിട്ടൊന്നും പഠിക്കുന്നില്ല. ജസ്റ്റ് ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്ത് പഠിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു എക്സ്പ്ലനേഷൻ ഞാൻ പറഞ്ഞുതരാം. നമുക്ക് 6 ട്രാൻസിസ്റ്റേഴ്സ് യൂസ് ചെയ്യുന്നുണ്ട്. അതുപോലെ 2 ബിറ്റ് ലൈൻസ് ഉണ്ട്, ബിയും ബി ഡാഷും, ഒരു അഡ്രസ് ലൈൻ, ഒരു DC വോൾട്ടേജ്. ഇത്രയാണ് സ്ട്രക്ചർ വരുന്നത്. അത് വരയ്ക്കാൻ കാണുമ്പോൾ ഇച്ചിരി കോംപ്ലിക്കേറ്റഡ് ആണെങ്കിലും വരയ്ക്കാൻ എളുപ്പമുണ്ട്. വരയ്ക്കാനുള്ള ടെക്നിക്കൊക്കെ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ കിട്ടും. അപ്പോൾ 6 ട്രാൻസിസ്റ്റേഴ്സും ദെൻ 2 ബിറ്റ് ലൈൻ, ഒരു അഡ്രസ് ലൈൻ, പിന്നെ ഒരു DC വോൾട്ടേജ്. ഇനി 6 ട്രാൻസിസ്റ്റേഴ്സിൽ 4 എണ്ണം ഒരു T ഷേപ്പിലാണ് അറേഞ്ച് ചെയ്തിട്ടുള്ളത്. ദേ ആർ ക്രോസ് കണക്റ്റഡ്. T1, T2, T3, T4. ഇതാണ് ആ 4 എണ്ണം. അപ്പം നോക്കിക്കഴിഞ്ഞാൽ അറിയാം, ഇപ്പം നമുക്കൊരു T ഷേപ്പ് അല്ലെങ്കിൽ ഒരു I ഷേപ്പ് പോലെ തോന്നുന്നുണ്ടല്ലേ, അതിൻ്റെ അകത്താണ് ഇത് കണക്ട് ചെയ്തിട്ടുള്ളത്. അപ്പോൾ T1ഉം T2 ഓപ്പോസിറ്റ് ആണ്. T1, T2, ദെൻ T3, T4 കണക്ട് ചെയ്തിട്ടുണ്ട്. അതുപോലെ T3യും T1ഉം തമ്മിലാണ് കണക്ഷൻ. ഇതൊരു ഗ്രൂപ്പാണ്. ഓക്കെ, T3, T1 ഒരു ഗ്രൂപ്പ് ഫോം ചെയ്യുന്നു. ആൻഡ് T2ഉം T4ഉം അടുത്ത ഗ്രൂപ്പ് ഫോം ചെയ്യുന്നുണ്ട്. ഈ ഗ്രൂപ്പിൻ്റെ ക്രോസ് എടുത്തിട്ടാണ് ഇവിടെ ഒരു C1, C2, ഇത് 2 കപ്പാസിറ്റേഴ്സ് ആണ്. C1, C2 വരുന്നത്. ഇവിടെയാണ് ഡാറ്റ സ്റ്റോറേജ് വരിക. C1ഉം C2യിലാണ് ഡാറ്റ സ്റ്റോറേജ് വരും. അപ്പോൾ ഇതിങ്ങനെയാണ് വന്നിട്ടുള്ളത്. ഈ ഒരു ഗ്രൂപ്പിൻ്റെ ഡാറ്റ സ്റ്റോറേജ് വരുന്നത് എങ്ങനെയാ, ഓപ്പോസിറ്റ്. ഈ ഒരു ഗ്രൂപ്പിൻ്റെ ഇവിടെയുള്ള കപ്പാസിറ്ററിലെ ഡാറ്റ വരുന്നത് ഓപ്പോസിറ്റ് ഗ്രൂപ്പിൽ നിന്നാണ്. അതുപോലെ തന്നെ ഈ ഗ്രൂപ്പിൻ്റെ കണക്ഷൻ പോണത് ഓപ്പോസിറ്റ് കപ്പാസിറ്ററിലേക്കാണ്, ഓപ്പോസിറ്റ് ഗ്രൂപ്പിൻ്റെ കപ്പാസിറ്ററിലേക്കാണ്. അപ്പോൾ ദീസ് ആർ ക്രോസ് കണക്റ്റഡ് എന്നാണ് നമ്മൾ പറഞ്ഞത്. 4 ട്രാൻസിസ്റ്റേഴ്സ് T1, T2, T3, T4 ആർ ക്രോസ് കണക്റ്റഡ് ഇൻ എൻ അറേഞ്ച്മെൻറ്റ് ദാറ്റ് പ്രൊഡ്യൂസസ് എ സ്റ്റേബിൾ ലോജിക് സ്റ്റേറ്റ്. ഞാൻ ഒന്നുകൂടി പറയാം കേട്ടോ. അപ്പോൾ 4 ട്രാൻസിസ്റ്ററാണ് ആദ്യം നോക്കണ്ടേ. T1, T2, T3, T4. T1ഉം T3യും ഒരു ലൈനിൽ, T2ഉം T4ഉം അടുത്ത ലൈനിൽ. ആൻഡ് T1ഉം T3യും കണക്റ്റഡ് ആണ്, T2ഉം T4ഉം കണക്റ്റഡ് ആണ്. ഇനി ഇതിൻ്റെ കണക്ഷനിൽ നിന്ന് T2, T4ൻ്റെ കണക്ഷനിൽ നിന്ന് ഇതിലേക്ക് ഒരു ക്രോസ് ലൈൻ, അതുപോലെ T1, T3യുടെ കണക്ഷനിൽ നിന്ന് T2, T4ലേക്ക് ഒരു ക്രോസ് ലൈൻ. ആൻഡ് ദീസ് ആർ കപ്പാസിറ്റേഴ്സ് C1 ആൻഡ് C2. ഇനി അവരുടെ ചാർജ് കിട്ടാൻ വേണ്ടിയിട്ട് ഒരു ട്രാൻസിസ്റ്റേഴ്സ് 2 സൈഡിൽ എടുത്തിട്ടുണ്ട്.
T5ഉം T6ഉം 2 ട്രാൻസിസ്റ്റേഴ്സ് ഉണ്ട്. ഈ ട്രാൻസിസ്റ്റേഴ്സിൽ നിന്ന് ഡാറ്റ പോകാൻ ഒരു ബിറ്റ് ലൈൻ ഉണ്ട്. ഈ ബിറ്റ് ലൈന് ഇത് ബി ആണെങ്കിൽ ഇത് ബി ഡാഷ് ആണ്. അതായത് ഇവിടെ 1 സ്റ്റോർ ചെയ്യുന്നത് വെച്ചാൽ ഇവിടെ കോംപ്ലിമെൻറ്റ് 0 ആയിരിക്കും സ്റ്റോർ ചെയ്യുന്നുണ്ടാവുക. ഫ്ലിപ്പ് ഫ്ലോപ്പിന് എപ്പോഴും അങ്ങനെയല്ലേ, നമ്മൾ പഠിച്ചിട്ടുണ്ടാവും, കോംപ്ലിമെൻറ്റ്സ് ഉണ്ടായിരിക്കും. പിന്നെ ഉള്ളത് അഡ്രസ് ലൈനാണ്. നമ്മൾ മറ്റേൽ പറഞ്ഞ പോലെ ഡൈനാമിക്കിൽ പറഞ്ഞ പോലെ തന്നെ അഡ്രസ് ലൈൻ ഇവിടെ ഉണ്ട്. ഇത് ഗ്രൗണ്ട് ആട്ടോ. അപ്പോൾ ഈ ഒരു പെർട്ടിക്കുലർ സെല്ല് സെലക്ട് ചെയ്യാൻ ഈ അഡ്രസ് ലൈനിൽ വോൾട്ടേജ് ഉണ്ടാവും. ഈ അഡ്രസ് ലൈനിൽ വോൾട്ടേജ് കൊടുത്താൽ ഈ 2 ട്രാൻസിസ്റ്ററും സ്വിച്ച് പോലെ ആക്ട് ചെയ്യും. ഇത് ക്ലോസ്ഡ് ആവും. ഇത് ക്ലോസ്ഡ് ആവുമ്പോൾ ഈ ബിറ്റ് ലൈനിലുള്ള ബിറ്റ് ലൈനും ദെൻ നമ്മളുടെ ഈ 4 ട്രാൻസിസ്റ്ററിൻ്റെ ആ ഒരു ക്രോസ് കോമ്പിനേഷനും തമ്മിൽ ഡാറ്റ കമ്മ്യൂണിക്കേഷൻ നടക്കും. ഇവിടുത്തെ സ്റ്റേബിൾ സ്റ്റേറ്റിനെ എങ്ങനെയാണെന്ന് വെച്ചാൽ അങ്ങോട്ടും ഇങ്ങോട്ടും ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റും. അപ്പോൾ ഇനി നോക്കാം ഓരോന്നും. അതായത് നമുക്കിപ്പോൾ 1 ആണ് റൈറ്റ് ചെയ്യേണ്ടതെന്ന് വിചാരിക്കാം. 1 ആണ് റൈറ്റ് ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ലോജിക് സ്റ്റേറ്റ് 1 ആണ്. അപ്പോൾ ലോജിക് സ്റ്റേറ്റ് 1 ആണെന്ന് വെച്ച് കഴിഞ്ഞാൽ അപ്പോൾ ആലോചിക്കാം കേട്ടോ, ലോജിക് സ്റ്റേറ്റ് 1 അങ്ങനെയാണെങ്കിൽ C1 ആണ് ഹൈ. ഓക്കെ, ആ ഒരു കോമ്പിനേഷൻസ് ഒന്ന് ആലോചിച്ചാൽ മതി. 1 എന്ന് പറയുമ്പോൾ C1 അല്ലേ മാച്ച്. ഫോർ 1 C1 ഹൈ ആയിരിക്കും. ഓക്കെ, ഫോർ 1 C1 വിൽ ബി ഹൈ. C1 ഹൈ ആവുമ്പോൾ ഓക്കെ, C1 ഹൈ ആണ്. C1 ഹൈ ആവുമ്പോൾ C1നെ കണക്ട് ചെയ്ത് നിൽക്കണ നോക്കുക. C1ൻ്റെ കണക്ഷൻ എങ്ങോട്ടാണ് വരുന്നത്? ഇങ്ങോട്ടല്ലേ. സോ T2 T2ഉം ഹൈ ആണ്. ആൻഡ് ഈ T2ൻ്റെ ഓപ്പോസിറ്റുള്ളതാണ് നോക്കേണ്ടത് കേട്ടോ. T2ഉം T3യും ഓൺ. ആൻഡ് അടുത്ത 2 ഓപ്പോസിറ്റ് T1ഉം T4ഉം ഓഫ്. ഓക്കെ, അപ്പോൾ ഈ സ്റ്റേറ്റ് ഇങ്ങനെ തന്നെ നോക്കി വെക്കുക. 1 ആണെന്ന് കഴിഞ്ഞാൽ C1 ലോജിക് സ്റ്റേറ്റ് 1 ആണെന്ന് കഴിഞ്ഞാൽ C1 ഓൺ ആണ്. C1 ഓൺ ആവുമ്പോൾ C1ൻ്റെ നേരെ കണക്ഷൻ ഇങ്ങോട്ട് പോകുന്നുണ്ട്, അങ്ങനെ ആലോചിക്കുക. അപ്പോൾ T2ഉം ദെൻ ഓപ്പോസിറ്റുള്ള T3യും എന്താണ്? ഓൺ ആണ്. ദെൻ മറ്റേ 2 എണ്ണം T1ഉം T4ഉം ഓഫാണ്. ലോ ആണ് അതിൻ്റെ സ്റ്റേറ്റ് വരിക. ഇൻ ലോജിക് സ്റ്റേറ്റ് 1 പോയിന്റ് C1 is high and point C2 is low. ലോജിക് സ്റ്റേറ്റ് 1 ആണെങ്കിൽ C1 ഹൈ ആണ്, C2 ലോ ആണ്. ആൻഡ് ഈ സ്റ്റേറ്റിൽ T1ഉം T4ഉം C1 1 ആവുമ്പോൾ T1ഉം T4ഉം ലോ സ്റ്റേറ്റ് ആണ്, അതായത് ഓഫാണ്. T2ഉം T3 ട്രാൻസിസ്റ്റേഴ്സും ഓൺ ആണ്. ഇനി നേരെ ഓപ്പോസിറ്റ് ഒരെണ്ണം പഠിച്ചു വെച്ചാൽ മതി, പിന്നെ നേരെ തിരിച്ചിട്ടാണ്. അതായത് ലോജിക് സ്റ്റേറ്റ് 0 എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ അർത്ഥം? ലോജിക് സ്റ്റേറ്റ് 0 എന്ന് വെച്ച് കഴിഞ്ഞാൽ C1 ഓഫാണ്. C1 എപ്പോഴും ലോ ആയിരിക്കും. ഓക്കെ ഓക്കെ ലോജിക് സ്റ്റേറ്റ് 1 ആണെന്ന് വെച്ച് കഴിഞ്ഞാൽ C1 ഹൈ ആണ്. C1 ഹൈ ആണെന്ന് വെച്ച് കഴിഞ്ഞാൽ C1 കണക്ട് ചെയ്യുന്ന T2ഉം അതിൻ്റെ ഓപ്പോസിറ്റ് T3യും ഓൺ ആയിരിക്കും. T1ഉം T4ഉം ഓഫ് ആയിരിക്കും. C1 T2 T3 ഓൺ, അപ്പം ഓപ്പോസിറ്റ് മറ്റേത് ഓഫ് ആയിരിക്കും. ഇനി അതുപോലെ ലോജിക് സ്റ്റേറ്റ് 0 എന്ന് വെച്ച് കഴിഞ്ഞാൽ വിച്ച് മീൻസ് C1 ലോ ആണ്. അപ്പോൾ C2 ആണ് ഹൈ. C2 ഹൈ ആയിരിക്കും, C2 ആയിട്ട് കണക്ട് ചെയ്യണത്. അപ്പോൾ T1ഉം അതിൻ്റെ ഓപ്പോസിറ്റ് T4ഉം ഓൺ ആയിരിക്കും. ദെൻ T2ഉം T3യും ഓഫ് ആയിരിക്കും. ഇങ്ങനെ ഈ ട്രാൻസിസ്റ്റേഴ്സ് ഓൺ ആൻഡ് ഓഫ്, ഓരോ പെയേഴ്സ് ഓൺ ആൻഡ് ഓഫ് ആയിട്ടാണ് ഇതിലൊരു സ്റ്റേബിൾ സ്റ്റേറ്റ് നമ്മൾ സ്റ്റേബിൾ ആയിട്ട് നിൽക്കുന്നത്. അതുപോലെ ബോത്ത് സ്റ്റേറ്റ്സ് ആർ സ്റ്റേബിൾ ആസ് ലോങ് ആസ് എ ഡയറക്റ്റ് കറണ്ട് വോൾട്ടേജ് ഇസ് അപ്ലൈഡ്. നമ്മൾ വോൾട്ടേജ് അപ്ലൈ ചെയ്തിരിക്കണോളം നമുക്ക് ലോജിക് സ്റ്റേറ്റ് 0യോ ലോജിക് സ്റ്റേറ്റ് 1ഓ ഏതോ സ്റ്റേബിൾ ആയിട്ടുള്ള സ്റ്റേറ്റ് നമുക്ക് ഇവിടെ കിട്ടും ഈ ഒരു 4 ക്രോസ് കണക്ഷൻ ഓഫ് ട്രാൻസിസ്റ്റേഴ്സ് കൊണ്ട്. ഓക്കെ, അപ്പോൾ ഇതാണ് SRAM സ്ട്രക്ചറിൽ മെയിനായിട്ട് 6 ട്രാൻസിസ്റ്റർ ഉണ്ട്. ഈ 4 എണ്ണത്തിൻ്റെ കോമ്പിനേഷനാണ് ഒരു സ്റ്റേബിൾ സ്റ്റേറ്റ് ക്രിയേറ്റ് ചെയ്യുന്നത്. ആൻഡ് ഈ അതർ 2 എന്ന് വെച്ചാൽ റീഡിങ്ങിനും റൈറ്റിങ്ങിനും വേണ്ടിയിട്ട്, അതായത് ഇവിടെയാണ് ഡാറ്റ സ്റ്റോറേജ് വരുന്നത്. ഇനി ഇത് ഈ 2 എണ്ണം റീഡ് ചെയ്യാനും റൈറ്റ് ചെയ്യാനൊക്കെ വേണ്ടിയിട്ടാണ് അതർ 2 ട്രാൻസിസ്റ്റേഴ്സ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ അതെങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. അൺലൈക്ക് ദ DRAM, നോ റീഫ്രഷ് ഇസ് നീഡഡ് ടു റീറ്റെയിൻ ഡാറ്റ. റീഫ്രഷിങ്ങിൻ്റെ ആവശ്യമൊന്നുമില്ല. അതുപോലെ DRAMലെ പോലെ തന്നെ SRAMന് അഡ്രസ് ലൈൻ വേണം, യൂസ് ടു ഓപ്പൺ ഓർ ക്ലോസ് സ്വിച്ച്. അത് അറിയാം, ക്ലോസ് ചെയ്യാനോ ഓപ്പൺ ചെയ്യാനും വേണം. ആൻഡ് ദീസ് അഡ്രസ് ലൈൻ കൺട്രോൾസ് 2 ട്രാൻസിസ്റ്റേഴ്സ്. അഡ്രസ് ലൈൻ കൺട്രോൾ ചെയ്യുന്ന 2 ട്രാൻസിസ്റ്റർ ഉണ്ട്, T5ഉം T6ഉം. അപ്പോൾ അഡ്രസ് ലൈനിൽ നമ്മൾ സിഗ്നൽ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ഈ 2 ട്രാൻസിസ്റ്റേഴ്സും സ്വിച്ച് ഓൺ ആണ്. സ്വിച്ച് ഓൺ ആകുമ്പോൾ നമുക്ക് ഒരു റൈറ്റോ റീഡോ എന്ത് വേണമെങ്കിലും ഓപ്പറേഷൻ ചെയ്യാം. ഇനിയിപ്പോൾ റൈറ്റ് ഓപ്പറേഷൻ ആണെന്ന് വിചാരിക്കുക. റൈറ്റ് ചെയ്യണമെങ്കിൽ നമുക്ക് വേണ്ട ബിറ്റ് വാല്യൂ നമ്മൾ എപ്പോഴും ബിറ്റ് ബിയിലല്ലേ വെക്കുക. ആൻഡ് 1 ആണ് റൈറ്റ് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ ബിയിൽ 1 വെക്കും,
ദെൻ ബി ഡാഷിൽ അത് ഫ്ലിപ്പ് ഫ്ലോപ്പ് എപ്പോഴും അങ്ങനെയാണ്, ഇതിൻ്റെ ഓപ്പോസിറ്റ് കോംപ്ലിമെൻറ്റ് 0 ബി ഡാഷിലും വെക്കും. ഇങ്ങനെ വെക്കുമ്പോൾ ഈ 4 ട്രാൻസിസ്റ്റേഴ്സും അതിൻ്റെ പ്രോപ്പർ സ്റ്റേറ്റിലേക്ക് പോയിക്കോളും, ഫോഴ്സ് ചെയ്യും. റീഡ് ഓപ്പറേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടുത്തെ ഡാറ്റ ഈ ട്രാൻസിസ്റ്റേഴ്സിൽ കൂടെ ബിറ്റ് ലൈനിലേക്ക് ട്രാൻസ്ഫർ ചെയ്തിട്ടുണ്ടാവും. ആൻഡ് ബിറ്റ് ലൈനിൽ നിന്ന് നമുക്ക് ഡാറ്റ വാല്യൂവിനെ റീഡ് ചെയ്തെടുക്കാനും പറ്റും. അപ്പോൾ ഇത്രയാണ് SRAMൻ്റെ സ്ട്രക്ചറിൽ പറയാനുള്ളത്. അപ്പോൾ SRAM എന്ന് പറയുന്നത് സ്റ്റാറ്റിക് റാം ആണ്. സ്റ്റാറ്റിക് റാമിൽ ആസ് ലോങ് ആസ് ദ പവർ ഇസ് സപ്ലൈഡ് നമ്മുടെ അതിനകത്ത് ഡാറ്റ പെർമനൻ്റ് ആയിരിക്കും. പവർ പോകുമ്പോൾ മാത്രമേ ഡാറ്റ പോവുള്ളൂ. ആൻഡ് ഹിയർ വി ആർ യൂസിങ് ദ സെയിം സർക്യൂട്ട് ആസ് ദ പ്രോസസ്സർ. ദാറ്റ്സ് വി ആർ യൂസിങ് ദ ലോജിക് സർക്യൂട്ട്സ്, ലോജിക് ഗേറ്റ്സ് ആൻഡ് ഫ്ലിപ്പ് ഫ്ലോപ്സ്. ഇപ്പോൾ ഫ്ലിപ്പ് ഫ്ലോപ്സ് വരുമ്പോൾ മെയിനായിട്ട് 6 ട്രാൻസിസ്റ്റർ, ദെൻ 2 ബിറ്റ് ലൈൻ, ഒരു അഡ്രസ് ലൈൻ, ഒരു വോൾട്ടേജ്, ഇത്രയാണ് അതിൻ്റെ സ്ട്രക്ചറിൽ പറയുന്നത്. 4 ട്രാൻസിസ്റ്റർ ഒരു ക്രോസ് കണക്ഷൻ ആയിട്ടാണ്, കോമ്പിനേഷൻ ആയിട്ടാണ് ഈ സ്റ്റേബിൾ സ്റ്റേറ്റ് ഉണ്ടാക്കുന്നത്. ആൻഡ് അതർ 2 ട്രാൻസിസ്റ്റേഴ്സ് അഡ്രസ് ലൈനായി കണക്ട് ചെയ്തിട്ടുണ്ടാവും, സ്വിച്ച് പോലെ ആക്ട് ചെയ്യാൻ, റീഡ് റൈറ്റ് ഓപ്പറേഷന് വേണ്ടിയിട്ട്. റൈറ്റ് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ ബിറ്റ് ലൈനിൽ ഡാറ്റ വെച്ചിട്ടുണ്ടാവും. ആൻഡ് ഈ അഡ്രസ്സിൽ വോൾട്ടേജ് പോകുമ്പോൾ ഇതിൽ കൂടെ ഇവിടെ ഒരു ഡാറ്റ വെച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ കോംപ്ലിമെൻറ്റ് ഇവിടെ വെച്ചിട്ടുണ്ടാവും. ആൻഡ് ഇത് ഇതിൽ കൂടെ ഈ സ്റ്റേറ്റിലേക്ക് പോവും. അപ്പോൾ പ്രോപ്പർ സ്റ്റേറ്റിലോട്ട് T3, T4 ആൻഡ് T1, T2 എന്നുള്ള ട്രാൻസിസ്റ്റേഴ്സ് വന്നോളൂ. ഓക്കെ, കുറച്ച് ട്രിക്കിയാണ്, കുറച്ച് കൺഫ്യൂസിങ് ആയിരിക്കും SRAMൻ്റെ വർക്കിംഗ്. എന്നാലും ഇത് പഠിച്ചെടുക്കാൻ എളുപ്പമാണ് കേട്ടോ. ഇനി ഒരു ചെറിയൊരു കമ്പാരിസൺ ബിറ്റ്വീൻ ദിസ് SRAM ആൻഡ് DRAM. ആൻഡ് ബോത്ത് ദിസ് റാം ആർ വോളറ്റൈൽ. നമുക്കറിയാമല്ലേ, രണ്ടും വോളറ്റൈൽ തന്നെയാണ്. പവർ മസ്റ്റ് ബി കണ്ടിന്യൂസ്ലി സപ്ലൈ ടു ദ മെമ്മറി ടു പ്രിസർവ് ദ ബിറ്റ് വാല്യൂസ്. പക്ഷേ ഡൈനാമിക് മെമ്മറി സെൽ ഉണ്ടല്ലോ, സ്മോളർ ദാൻ സ്റ്റാറ്റിക് മെമ്മറി സെൽ. സ്റ്റാറ്റിക് മെമ്മറി സെല്ലിനേക്കാളും ചെറുതാണ് ഡൈനാമിക് മെമ്മറി സെല്ല്. അതുപോലെ ഇറ്റ് ഇസ് മോർ ഡെൻസ്. അതായത് സ്മോളർ സെൽസ് ഇസ് ഈക്വൽ ടു മോർ സെൽസ് പെർ യൂണിറ്റ് ഏരിയ. ഇപ്പോൾ നമുക്കൊരു സ്റ്റാറ്റിക് റാമും 1 സ്ക്വയർ ഇഞ്ച് എടുത്തു എന്ന് വിചാരിക്കുക, ഞാൻ വെറുതെ പറയാണ്. 1 സ്ക്വയർ ഇഞ്ചിലുള്ള ഒരു സ്റ്റാറ്റിക് റാമും ഡൈനാമിക് റാമും എടുത്തിട്ടുണ്ടെങ്കിൽ ഡൈനാമിക് റാമിൻ്റെ ഉള്ളിൽ കൂടുതൽ സെല്ല് ഉണ്ടായിരിക്കും, സ്റ്റാറ്റിക് റാമിൻ്റെ ഉള്ളിൽ കുറവ് സെല്ലേ ഉണ്ടായിരിക്കുള്ളൂ. കാരണം എന്താണെന്ന് പറഞ്ഞാൽ ഡൈനാമിക് റാമിൻ്റെ സെൽസ് സ്മോളാണ്. അതുകൊണ്ട് തന്നെ ഈ ഡൈനാമിക് റാം കുറച്ചും കൂടെയും ലെസ് എക്സ്പെൻസീവ് ആണ് ദാൻ SRAM. SRAMനെക്കാട്ടും പൈസയും കുറവാണ് DRAMന്. പ്രോബ്ലം എന്താ, ആ ഡിസ്ചാർജ് ചെയ്യും കപ്പാസിറ്റർ ആണ്. അതുകൊണ്ട് തന്നെ നമുക്ക് എപ്പോഴും റീഫ്രഷ് ചെയ്യാൻ വേണം. റീഫ്രഷ് ചെയ്യണമെങ്കിൽ അതിനൊരു സർക്യൂട്ട് വേണം. സോ ഇറ്റ് റിക്വയർസ് സപ്പോർട്ടിങ് റീഫ്രഷ് സർക്യൂട്ടറി. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ മെയിനായിട്ട് ലാർജ് മെമ്മറി റിക്വയർമെൻറ്റ് വരുമ്പോഴാണ് DRAM യൂസ് ചെയ്യുന്നത്. ആൻഡ് SRAM വരുമ്പോൾ ലാർജ് മെമ്മറി റിക്വയർമെൻറ്റിന് SRAM യൂസ് ചെയ്യാറില്ല. ഈ SRAM എന്തായാലും DRAMനെക്കാട്ടും ഫാസ്റ്റർ ആണ് SRAM മെമ്മറീസ് വരുന്നത്. അതുകൊണ്ട് തന്നെ SRAM ആണ് ക്യാഷിന് വേണ്ടി യൂസ് ചെയ്യുന്നത്. ഏത് ഓൺ ചിപ്പ് ഓഫ് ചിപ്പ് ക്യാഷ് ആയാലും അത് ഒരു ഇമ്പോർട്ടൻറ്റ് പോയിൻ്റ് ആണ് നോട്ടീസ് ചെയ്യേണ്ടത്. നമ്മൾ പല കോമ്പറ്റേറ്റീവ് എക്സാംസിന് പലപ്പോഴൊക്കെ ഞാൻ ചോദിച്ചു കണ്ടിട്ടുണ്ട്, ഇത് SRAM ക്യാഷ് മെമ്മറിയിൽ യൂസ് ചെയ്യുന്ന ഇത് ഏത് ടെക്നോളജിയാണെന്നാണ്. അപ്പോൾ SRAM ആണ് ക്യാഷ് മെമ്മറിയിൽ യൂസ് ചെയ്യുന്നത്. അതുപോലെ DRAM യൂസ് ചെയ്യുക മെയിൻ മെമ്മറിയിലേക്ക് വേണ്ടിയിട്ടാണ് DRAM യൂസ് ചെയ്യുന്നത്. അപ്പോൾ അതിനൊക്കെ കാരണമുണ്ട്. SRAM കുറച്ചുകൂടിയും ഫാസ്റ്റാണ്. ആൻഡ് DRAMന് റീഫ്രഷിങ് സർക്യൂട്ടറി വേണം. അതുപോലെ സെൽസ് ചെറുതാണ്, കൂടുതൽ ഡാറ്റ ചെറിയ ഒരു സെയിം സൈസിൽ കൂടുതൽ ഡാറ്റ കൊള്ളാൻ പറ്റുന്നുണ്ട്. അതുകൊണ്ട് തന്നെ വലിയ മെമ്മറി വേണ്ട, ലാർജ് മെമ്മറി റിക്വയർമെൻറ്റ് വേണ്ടടുത്ത് DRAMും ഫാസ്റ്റ് മെമ്മറി റിക്വയർമെൻറ്റ് വേണ്ടടുത്ത് SRAMും ആണ് യൂസ് ചെയ്യുന്നത്. സോ ദിസ് ഈസ് ഓൾ അബൌട്ട് ദിസ് SRAM ആൻഡ് DRAM. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ റാം എന്താണെന്ന് പറഞ്ഞു. റാമിൻ്റെ 2 കാറ്റഗറീസ്, ഡൈനാമിക് റാം ആൻഡ് സ്റ്റാറ്റിക് റാം പറഞ്ഞു. ആൻഡ് ഡൈനാമിക് റാം ഇസ് മെയ്ഡ് അപ്പ് ഓഫ് കപ്പാസിറ്റർ. അപ്പോൾ പ്രോബ്ലം എന്ന് വെച്ചാൽ ഡിസ്ചാർജിങ് ആണ്. അപ്പോൾ അതിന് റിഫ്രഷിങ് സർക്യൂട്ടറി വേണം. അതിൻ്റെ സ്ട്രക്ചർ റീഡ് ആൻഡ് റൈറ്റ് ഡിസ്കസ് ചെയ്തു. ആൻഡ് SRAM എന്ന് വെച്ചാൽ സ്റ്റാറ്റിക് റാം ആൻഡ് ഇറ്റ് യൂസസ് ഫ്ലിപ്പ് ഫ്ലോപ്സ്. ഇപ്പോൾ ഒരു 6 ട്രാൻസിസ്റ്റർ വെച്ചിട്ട് എങ്ങനെ ഫ്ലിപ്പ് ഫ്ലോപ്പ് പോലെ കൺസ്ട്രക്ട് ചെയ്തിട്ട് സ്റ്റേബിൾ സ്റ്റേറ്റ് വെക്കാം, മെയിൻറ്റെയിൻ ചെയ്യാമെന്നും നമ്മൾ പറഞ്ഞു. ആൻഡ് അതിൻ്റെ ആപ്ലിക്കേഷൻസ് പറയുമ്പോൾ DRAM യൂസ് ചെയ്യുന്നത് മെയിൻ മെമ്മറിക്ക് വേണ്ടിയിട്ടും SRAM യൂസ് ചെയ്യുന്നത് ക്യാഷ് മെമ്മറിക്ക് വേണ്ടിയിട്ടുമാണ് മേജർ ആപ്ലിക്കേഷൻസ് വരുന്നത്. ഓക്കെ, അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയാണുള്ളത്. ആൻഡ് hope the concept is clear. Thank you for watching.